ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. ഇത് പതിവ് പോലൊരു വീഡിയോ അല്ലായിരിക്കും, തികച്ചും വ്യത്യസ്തമായൊരു വീഡിയോ ആയിരിക്കും. ഇത് നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് കോട്ടയത്തുള്ള MCM കനാലിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 200 കിലോമീറ്റർ യാത്രയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയ കാര്യങ്ങളും അവിടെയുള്ള കാര്യങ്ങളും അവിടുത്തെ ഉശിരന്മാരായ APBTകളെയൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഞാൻ ട്രിവാൻഡ്രം. തിരുവനന്തപുരത്താ. ഇവിടെ പൊൻകുന്നത്തൊരു ചേട്ടനെ കാണാൻ വന്നാ. അമ്മമാർക്ക് എന്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കോട്ടയം 28 ബാബു. കഴിക്കാൻ എന്തുണ്ട്? അൽഫാം ബാർബിക്യൂ. അല്ല വേറെ ഒന്നുമില്ല. വെജിറ്റേറിയൻ ആയിട്ടൊന്നുണ്ട്. വെജിറ്റേറിയൻ മസാല ദോശ. അത് മതി. നമ്മളിപ്പോൾ മനീഷേട്ടൻ്റെ വീട്ടിലെത്തിയതേ ഉള്ളൂ. ഏകദേശം എനിക്ക് അവിടെ നിന്ന് ഇവിടം വരെ എത്താനായിട്ടൊരു 5 മണിക്കൂറൊക്കെ വേണ്ടി വന്നു. ഇടയ്ക്ക് ഒരു പപ്പീനെ എടുത്ത് താഴെ കൊണ്ടുപോയി വെച്ചു. അവിടെ കുറേ 1 മണിക്കൂർ അവിടെ അങ്ങനെ പോയി. പിന്നെ ഇപ്പോൾ വരുന്ന വഴിക്ക് 2 തവണ വഴി തെറ്റി. അപ്പം ദേ നിൽക്കുവാണ് മനീഷേട്ടൻ. യോ ബ്രോ. യോ. അപ്പം ഞാനിവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കാണ് ചേട്ടൻ്റെ ആരാണ് ചേട്ടാ ഇത്? ഹോമറിനെ ഒന്നിച്ചിരി നടത്താൻ ഇറക്കിയത്. ബാക്കി എല്ലാവരും എവിടെ താഴെ. ബാക്കി എല്ലാവരെയും നമ്മൾ നാളെ കാണും. നാളെ രാവിലെ കാണും. ഇന്നലെ പബ്ജിയും കളിച്ചിട്ട് കയറിക്കിടന്ന് ഇറങ്ങിയതാണ്. മിസ്റ്റർ മനു MCM. കോഴി കൂവി എടീക്ക്. ഇപ്പം ആക്കി തരാം ഞാൻ. നമ്മൾ ഈ ഒരു വീഡിയോ ഈ വ്ളോഗ് രൂപത്തിലെടുക്കാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ, നമ്മളൊരു വീഡിയോ എടുക്കുന്നതിന് പിന്നിലുള്ള എഫേർട്ട് അത് മൊത്തം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മനീഷേട്ടൻ്റെ ജീവിതത്തിലെ ഒരു ദിവസം എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് കണ്ടാലോ. ബാ. ഗുഡ് മോർണിംഗ് മനീഷേട്ടാ. അതെ അമ്മേ. അപ്പൊ ഇതാണ് MCM കനാല്. ഇവിടെ മൊത്തം എത്ര ബോക്സ് ഉണ്ട്? ഓക്കേ. അപ്പൊ ഇനി നമ്മുടെ രാവിലത്തെ പരിപാടി എന്താ? ഇവിടുത്തെ ബഹളത്തില് കേൾക്കുമെന്ന് അറിയത്തില്ല. രാവിലെ എന്തായാലും ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് ചിക്കൻ എടുക്കാൻ പോവാണ്. ചിക്കൻ ഓക്കെ. അപ്പോൾ നമ്മുടെ ചിക്കൻ മേടിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെച്ചേക്കോ. ഞാൻ വെച്ചേക്കാം. ഓക്കെ. മറ്റേത് ഹെൽമെറ്റ് തലയിൽ വെക്കും.
അപ്പോൾ ചിക്കൻ മേടിപ്പ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവുക, കൊടുക്കുക. കേറട്ടെ, അത് പോരുത് താഴെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇവിടെ വരൂ. ഇനി അടുത്തെന്ത് പരിപാടിയാണ്? ഇനി അടുത്ത് ഇനി കേജ് കഴിവണം. നിങ്ങൾ കേജ് കഴിവ്, ഞാൻ പോയിട്ട് വരാം. കേജ് കഴിവിട്ട് കാണാം. A few moments later. ഇപ്പോൾ നമ്മൾ MCMന്റെ ഓരോ ഡോഗിനെ പരിചയപ്പെടാൻ പോവുകയാണ്. ഓരോന്നിനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവൻ്റെ പേര് ബുള്ള്. ഇവനിപ്പോൾ 1.5 വയസ്സ് പ്രായമായി. ഇവൻ്റെ ഫാദർ പിസ്കോട്ട്, ഇമ്പോർട്ടാണ്. മദർ ബെയിലി, ഇമ്പോർട്ടിൻ്റെ കുട്ടിയാണ്. കൂടാതെ ഇവൻ ജീപ്പ്, റെഡ് ബോയ്, ചോക്കോ, ബോളിയോ, ടബ്സ്റ്റോൺ ബ്ലഡ് ലൈനാണ്. നല്ലൊരു മെയിലാണ്. നമ്മൾ മഹാരാഷ്ട്രയിലുള്ള SG ബുൾഡോഗ്സിൻ്റെ നിന്ന് വാങ്ങിച്ചൊരു മെയിലാണ്. പപ്പീസ് എന്തെങ്കിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടോ? ഇതിൻ്റെ പപ്പീസ് ഇപ്പോൾ അവൈലബിൾ ഒന്നും ആയിട്ടില്ല. അടുത്ത മാസം ഏകദേശം പപ്പീസ് ബുള്ള് ചിലിൻഡറിനെയാണ് മെയ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബോൾസരി ജീപ്പ് ജനറേഷനാണ്. അതുകൊണ്ട് നല്ല പപ്പീസ് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു.
പൊട്ടിച്ച് വരുമോ? അടുത്ത ആരാണ് ഇറക്കുന്നത്? ഇവർ രണ്ടുപേരും എന്നെ കണ്ട് ഭയങ്കര കൊരയാണ്. ഇത് ഭയങ്കര സീനാണ്. മിസ്റ്റി, ഹൂസ് മിസ്റ്റി? ഇതാണ് മിസ്റ്റി. ഇവയ്ക്കിപ്പോൾ 3.5 വയസ്സ് പ്രായമായി. റൊമാനി മേൽപ്പിമ്പോട്ടാണ് ഫീമെയിൽ. ഇവളുടെ കുട്ടികളിപ്പോൾ ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെല്ലാം കൊടുത്തു. വീഡിയോ എടുത്ത് സത്യം പറഞ്ഞാൽ തളർന്നു. നിങ്ങൾ ജസ്റ്റ് ഓരോ ഡോഗിനായിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരും. പിന്നെ ഇനി മെയിനായിട്ട് വീഡിയോസ് വീണ്ടും ഞാൻ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ അടുത്ത വീക്ക് ഇടും. ഓക്കെ, നമ്മൾ വീഡിയോ എടുത്ത് തളർന്നു. ഇനി വയ്യ. എന്തായാലും ഇതിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോ വരുന്ന ആഴ്ചകൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാണാം. ഇന്ന് ഞാൻ ഇനിയും കുറച്ച് പരിപാടികൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇനിയുണ്ട്. പക്ഷെ ഞങ്ങൾ 2 എണ്ണത്തിനെ ഇറക്കിയപ്പോഴത്തേക്കും ഫ്ലാറ്റായി. വയ്യ. അപ്പോൾ ഇതായിരുന്നു MCMന്റെ ബുള്ള്. അപ്പോൾ ഈ ബുള്ള് കാണിച്ചാൽ കണ്ടില്ല. അപ്പോൾ അതുപോലെ ഇതിൽ ഇവരുടെ ഏതെങ്കിലും 2 ഡോഗിനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യും. ഏറ്റവും കൂടുതൽ നേരം ആർക്ക്, ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് നേരം നമുക്ക് നിൽക്കാൻ സമയമില്ലല്ലോ. പക്ഷെ ആ കഴിയുന്ന സമയത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ നേരം തൂങ്ങി കിടക്കുന്നത്, അതുപോലെ അവർ എത്രത്തോളം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ള കാര്യം നമുക്ക് എന്തായാലും കണ്ടറിയാം. വീഡിയോ കാണും. ഇവളുടെ പേരാണ് സാറ. ഇത് അജ്ര എന്ന് പറയുന്ന ഫീമെയിലിൻ്റെയും ബ്ലാക്ക് വൈപ്പർ എന്ന് പറയുന്ന മെയിലിൻ്റെയും കൂടെ കുട്ടിയാണ്. ബോച്ചൊരു ഇമ്പോർട്ടാണ്, ഫീമെയിലാണ്. ഇപ്പോൾ ലിറ്റർ കഴിഞ്ഞതേ ഉള്ളൂ. പപ്പീസ് എല്ലാം സോൾഡ് ഔട്ടായി. സാറ ഇപ്പോൾ ഇതിന് 2 വയസ്സുണ്ട്. നല്ലൊരു ഫീമെയിലാണ്, നല്ല ഡ്രൈവുള്ളൊരു ഫീമെയിലാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്
കിരൺ ഡാഗറിൻ്റെ ഇതാണ്. ഇതിൻ്റെ ഒരു വർക്കിംഗ് എബിലിറ്റിയാണ് ഈ ഫീമെയിൽ കാണിക്കുന്നത്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അത്രയ്ക്കും വർക്കിംഗ് ബ്രീഡാണ് APBT. ഇപ്പോൾ ലിറ്റർ കഴിഞ്ഞേ ഉള്ളൂ, കണ്ടീഷൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്താ പറയുന്നത്, സാറ. ഈ വർക്കൗട്ടിൻ്റെ പറയുന്നത് സ്പ്രിംഗ് പോൾ എന്നാണ്. സ്പ്രിംഗ് പോൾ വർക്കൗട്ടാണ്. മെയിനായിട്ടും ബൈസെപ്സിനും കാര്യങ്ങൾക്കിനുമൊക്കെ നല്ല മസിൽസ്, ഈ കാലിനും ഈ പറയുന്ന ജോസിനും ഒക്കെ നല്ല പവർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യിക്കുന്നൊരു വർക്കൗട്ടാണ്. മസിൽസും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ഒരു കാരണവശാലും ചെയ്യുമ്പോൾ ഹൈറ്റ് ഇട്ട് കൊടുക്കരുത് ആദ്യമേ ചെയ്യിക്കുമ്പോൾ. ഒന്നാമത്തെ ഒരു ലിറ്റർ കഴിഞ്ഞിരിക്കുന്ന ഒരു ഫീമെയിൽ ആയതുകൊണ്ടാണ് ഹൈറ്റ് നമ്മൾ കൂട്ടി കൊടുക്കാത്തത്. അതിൻ്റെ ബാക്കി കാലിൽ സപ്പോർട്ട് ചെയ്തിട്ട് വേണം നമ്മളിതിന്. എവിടെയായാലും കിടപ്പുണ്ടെന്നുണ്ട്, അവർ പറയുന്ന വിലക്ക് ഞാൻ എടുത്തിരിക്കും. ഇപ്പൊ 6 മാസം പ്രായമായിട്ടുള്ള, 7 മാസം പ്രായമായിട്ടുള്ളൂ. ഒത്തിരി അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയർ ബ്രീഡേഴ്സ് ഉണ്ട്, പ്യുവർ ബ്രീഡിങ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അതിനകത്ത് അവരെല്ലാം പറയുന്നുണ്ട് അവർക്ക് മാത്രമായിട്ടുള്ളൂ ഈ പ്യുവർ ബ്രീഡ് APBT. അതാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ പ്രചോദനം. അവർക്ക് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്ന പ്യുവർ ബ്രീഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്യുവർ ബ്രീഡ് APBT കഴിഞ്ഞ ദിവസം ഒരാളുടെ വ്യക്തിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ എല്ലാത്തിനൊക്കെ കാണിച്ചേക്കാൻ നമ്മളും അങ്ങ് വെച്ചു. നമ്മൾ 3 ഡോഗ്സിന് നമ്മൾ സ്പ്രിംഗ് പോൾ പോലത്തെ ഒരു സംഭവം വർക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തതും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തതും നല്ല ഹൈപ്പർ ആക്റ്റീവ് കാണിച്ചത് ഫീമെയിലിനെ അല്ലെങ്കിൽ ഡോഗിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത് ഈ നിൽക്കുന്ന 7 മാസമായ ഒരു പപ്പിയാണ്. ഇത് കോട്ടോ ഇന്ത്യൻ ന്യൂട്രല്ല ജൂനിയറിൻ്റെ കുട്ടിയാണ്. ഇതിനെ എടുത്തിരിക്കുന്ന മഹാരാഷ്ട്ര SD ബുൾഡോഗ്സ് എന്നാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം നല്ല പൈസ കൊടുത്തെടുത്തൊരു ഫീമെയിൽ പപ്പിയാണ്. നല്ലൊരു കോമ്പിനേഷനാണ് സോംബിയുടെ.
ഇപ്പം നമ്മളിപ്പം ഇവളെ മീറ്റ് ചെയ്യിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഇപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു ഇമ്പോർട്ട് ചെയ്തൊരു മെയിലിന് എടുത്തിട്ടുണ്ട്. ആ മെയിലിൻ്റെ വീഡിയോ നമ്മൾ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നമ്മൾ വീഡിയോ കാണിക്കും. ആ മെയിലുമായിട്ട് കോമ്പിനേറ്റ് ചെയ്താണ് ഈ ഒരു ഫീമെയിലിനെ മേറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളിവിടെയുള്ള മിക്ക ഫീമെയിൽസിനും സെപ്പറേറ്റ് മെയിൽസിനെയാണ് നമ്മൾ മേറ്റ് ചെയ്യാൻ പർപ്പസിനായിട്ട് കൊടുക്കുന്നത്. അല്ലാതെ എല്ലാ മെയിലിനെ ഉപയോഗിച്ച് എല്ലാ ഫീമെയിൽസിനും നമ്മൾ മേറ്റ് ചെയ്യിക്കാറില്ല. അല്ലെങ്കിൽ ഒരു മെയിലിന് ഒരു മെയിൽ എന്ന് പറയുന്നത് 2-3 പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫീമെയിൽസിനെ മാത്രമേ മേറ്റ് ചെയ്യിക്കാൻ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മെയിലുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും എടുത്തുകൊണ്ടിരിക്കും. MCMൻ്റെ ഹണ്ട് ഒരിക്കലും അവസാനിക്കുകയില്ല. MCM ഇനിയും ഡോഗ്സിനെ എടുക്കും, ഇനിയും ബ്രീഡ് ചെയ്യും. ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്ന മറ്റാൾക്കാർ വിൽക്കുന്നതിനേക്കാൾ ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ പപ്പീസിനെ കൊടുത്തിരിക്കും. അത് MCMൻ്റെ വാക്കാണ്. ഇനി മേടിക്കണം. എന്തിനാ? ഡ്രൈ ഫുഡ് ഇല്ലേ? അപ്പം എല്ലാവർക്കും അറിയാനുള്ളൊരു സംഭവമാണ് പപ്പീസിൻ്റെ റേറ്റ് എങ്ങനെയാണ്? പല പപ്പീസിനും പല ബാച്ചിലുള്ള പല പപ്പീസിനും പല റേറ്റ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ്? സ്റ്റാർട്ടിംഗ് പ്രൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 25,000 ആണ്. ഓക്കെ. 35 to 50,000 വരെ പപ്പീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ട് ഒരു മെയിലുണ്ട്. ഇമ്പോർട്ട് മെയിലും ഷർഫീക്ക് എന്നാണ് അതിൻ്റെ പേര്. അത് അവനെ മീറ്റ് ചെയ്യുക നമ്മൾ സോംബി ആയിട്ടാണ്. അതിന് ആവശ്യക്കാർ പപ്പീസിനുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പപ്പിയെ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ എല്ലാവർക്കും അതിനെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ള അപ്പോൾ അതുപോലെ വേറൊരു സംഭവം ചേട്ടാ, ഈ ലോക്ക്ഡൗൺ സമയം ആയപ്പോഴത്തേക്കും ഈ നമ്മുടെ കേരളത്തിൽ എനിക്കൊന്നും അങ്ങോട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു, കേരളത്തിൽ മാത്രമാണെന്ന് തോന്നുന്നത്, എങ്കിലും കൂടെ പപ്പീസിന്റെ റേറ്റ് ഭയങ്കരമായിട്ട് അങ്ങ് ഹൈ ആയി. അപ്പോൾ നിങ്ങൾ അതുപോലെ എങ്ങനെ എന്തെങ്കിലും കൂട്ടിയായിരുന്നു? അതെ, എല്ലാവർക്കും ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നല്ലൊരു മറ്റു ബ്രീഡേഴ്സ്, ഇപ്പം പറയുന്ന ഈ ലാബ്, ജർമ്മൻ ഷെപ്പേർഡ്, നേരത്തെ ഒരു 5,000 രൂപ 8,000 രൂപ കിടന്ന ലാബിന്റെ പപ്പിക്കൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു 15 വിലയായെന്ന് പറയുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ലോക്ക്ഡൗൺ അല്ലെങ്കിലും കൊറോണ വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ കൊടുക്കുന്ന എല്ലാം ഒരേ വിലയ്ക്കായിരിക്കും. അല്ല, നമുക്ക് ഇതിനകത്ത് നിന്ന് നമ്മൾ ഓവറായിട്ട് ആൾക്കാരെ ചൂഷണം ചെയ്ത് 10 പൈസ പോലും നമ്മൾ മേടിക്കാറില്ല. പല ആൾക്കാരും പറയുന്നുണ്ട് നമ്മൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപയ്ക്കും 1 ലക്ഷം രൂപയ്ക്കൊക്കെ പപ്പിയെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു ബാച്ചിനുണ്ടാകുന്ന മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഒരേ വില തന്നെയായിരിക്കും. അല്ലാതെ ഒരു ബാച്ചിലുണ്ടാകുന്ന ആമ്പട്ടിക്ക് 5,000 രൂപ കൂടുതൽ, പെമ്പട്ടിക്ക് 5,000 രൂപ കുറവ്, ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഒരു ബാച്ച് ഉണ്ടാകുന്ന സമയത്ത് ഒരു പപ്പിക്ക് നമ്മൾ 25 രൂപ ആണെന്നില്ല 25 രൂപയ്ക്ക് കൊടുക്കും. ഇനി അതുപോലെ നല്ല പെഡിഗ്രി നല്ല ജനറേഷൻ ഒരു പപ്പിയാണെങ്കിൽ മാക്സിമം പേര് 30 രൂപ, അതിനപ്പുറത്ത് നമ്മൾ കൊടുക്കാറില്ല. പിന്നെ 50 രൂപയുടെ ബാച്ചുണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ മെയ്റ്റ് ചെയ്തിട്ടില്ല, അതിൻ്റെ പപ്പീസ് ഇറങ്ങിയിട്ടില്ല, ചെയ്തിട്ടുമില്ല. അത് ജീപ്പ് റെഡ് ബോയ് ജോക്കോ ബ്ലഡ് ലൈനാണ്. പക്ഷേ നമ്മളിത് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇല്ലാത്ത ആൾക്കാർക്കൊന്നും നമ്മൾ പപ്പിനെ കൊടുത്ത് വെറുതെ അവർക്കൊരു ബാധ്യതയാക്കാൻ നമ്മൾ ഉതകുന്നില്ല. ആവശ്യക്കാർ മാത്രം. അത് അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയറിനോട് അതുപോലെ ഇൻട്രസ്റ്റ് ഉള്ളതും താല്പര്യമുള്ളവരും ഇങ്ങനൊരു പട്ടിക്കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു പട്ടീനെ മേടിച്ച് വളർത്തണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ വന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നതിനേക്കാളും വീട്ടുവീഴ്ചയിൽ ഇത് പപ്പീസിന് ഉറപ്പായിട്ടും കൊടുക്കും. പക്ഷേ കൊണ്ടുവന്ന ആൾക്കാർ നല്ല രീതിയിൽ ഡോഗിനെ നോക്കണം. അല്ലാതെ മനു MCയുടെ ഒരു പട്ടീനെ മേടിച്ചു അത് അങ്ങനെയാണ്, അല്ലെങ്കിൽ മനു MCൻ്റെ പപ്പീനെ മേടിച്ചു അത് അഗ്രസീവാണ്, അല്ലെങ്കിൽ മനു MCയുടെ കയ്യിൽ നിന്ന് പട്ടിയെ മേടിച്ചിട്ട് എന്തെങ്കിലും അസുഖങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ പപ്പീനെ കൊടുക്കുന്നത് 45 ദിവസം കഴിഞ്ഞ് പപ്പീനെ കൊടുക്കാറുള്ളൂ. ഫസ്റ്റ് വാക്സിനേഷൻ എടുത്തതിന് ശേഷം, അത് നമ്മൾ മരുന്നും കൊടുത്ത് ഫസ്റ്റ് വാക്സിനേഷൻസും എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പപ്പീനെ കൊടുക്കുള്ളൂ. അതിൻ്റെ ഫുൾ റെക്കോർഡ്സ് ആയതാണ് പപ്പിയെ കൊടുക്കുന്നത്. അതുപോലെ ഓൺലൈൻ പെഡിഗ്രി രജിസ്ട്രേഷൻ പപ്പിനെ എടുക്കുമ്പോൾ തന്നെ അവർക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇതിനകത്ത് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും. ഓൺലൈൻ പെഡിഗ്രി രജിസ്ട്രേഷൻ. അല്ലാതെ മറ്റുള്ളവർ കാണിക്കാനുള്ള പപ്പിയെ കൊണ്ടുപോയി കഴിഞ്ഞ് 2-3 ദിവസം അല്ലെങ്കിൽ 1 മാസം 2 മാസം കഴിഞ്ഞൊന്നല്ല നമ്മൾ പപ്പിക്ക് പെഡിഗ്രി കൊടുക്കുക. അപ്പം തന്നെ നമ്മൾ പപ്പിക്ക് പെഡിഗ്രിയും കൊടുക്കും. അതുപോലെ തന്നെ പപ്പിയുടെ വാക്സിനേഷൻസിൻ്റെ റെക്കോർഡും കാര്യങ്ങളെല്ലാം അവർക്ക് കൊടുത്താണ് നമ്മൾ പപ്പീനെ വിടുക. അല്ലാതെ നമുക്ക് വാക്സിൻ എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ആർക്കും തല്ലി കുഞ്ഞുങ്ങളെ കൊടുത്തു വിടാറില്ല. അതുപോലെ തന്നെ പപ്പി DP 31 ദിവസമാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് പപ്പി DP എടുത്തിരിക്കും. സെക്കൻഡ് ബൂസ്റ്റർ നമ്മൾ അതിനേക്കാൾ കണ്ടിന്യൂസ് ആയിട്ട് 21ാമത്തെ ദിവസം പപ്പി വിറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ, പപ്പി ആരും കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ 21ാമത്തെ ദിവസം നമ്മൾ അടുത്ത ബൂസ്റ്റർ എടുത്തിരിക്കും. ഫസ്റ്റ് വാക്സിൻ എടുക്കുന്നത് അതിന് പപ്പിക്ക് 31 ദിവസം ആകുമ്പോൾ പപ്പി DP എന്ന് പറയുന്ന വാക്സിനേഷൻ എടുക്കും. അത് നമ്മൾ ഹോൾസെയിൽ ഡീലറിൽ നിന്ന് ഹോൾസെയിലായിട്ടാണ് നമ്മൾ വാക്സിനേഷൻസ് എടുക്കാറ്. നമുക്ക് 2-3 ബാച്ചുകളൊക്കെ ഒരേ സമയത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബൾക്കായിട്ട് എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അത്രയും ബൾക്കായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ 31 ദിവസമാകുമ്പോൾ ഫസ്റ്റ് വാക്സിൻ എടുക്കുന്ന 31 ദിവസം തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന 21 തൊട്ട് 26ാമത്തെ ദിവസം വരെ നമ്മൾ അതിൻ്റെ ബൂസ്റ്റർ ഡോസ് എടുത്തിരിക്കും. എന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ടും വാക്സിനേഷൻസിൻ്റെ റെക്കോർഡും തന്നിട്ടാണ് നമ്മൾ ഡോഗിനെ പപ്പീനെ കൊടുക്കാറ്. അത് നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊറിയർ ചെയ്ത് ആ സമയത്ത് നമുക്ക് ബുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പേപ്പറിലും നമ്മൾ വാക്സിൻ എടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ഡോക്ടറെ കൊണ്ട് സൈൻ ചെയ്ത് കൊടുത്തിരിക്കും. വേറൊരു ചോദ്യം സിമ്പിളായിട്ട് എടുക്കാം.
ഇപ്പോൾ കുറച്ചു കാലം മുന്നേ വരെയൊക്കെ അല്ല ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് APBT കുറച്ചു കാലം മുന്നേ വരെ APBT എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ഇപ്പോൾ സംഭവം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എടുക്കുന്നുണ്ട്, വളർത്തുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് കോമ്പറ്റീഷനൊക്കെ ആയി കാണുമല്ലേ? ഇഷ്ടംപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സംഭവം ഇപ്പോൾ വേറൊരു എല്ലാ കോമ്പറ്റീഷന്റെ മുഖ്യകാര്യം നമ്മളാണ് ആൾക്കാരെ എല്ലാം. നമ്മൾ എന്താ പറയുക, നമ്മൾ പപ്പി കൊടുക്കുമ്പം അവർക്ക് ബുദ്ധിമുട്ട്, നമ്മൾ മറ്റുള്ളവരെക്കാളും ഏറ്റവും റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അവർക്ക്. നമ്മളിപ്പോൾ മറ്റുള്ളവർ കൊടുക്കുന്ന ഒരു 50 രൂപയ്ക്കാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് അതിൽ കുറച്ച് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് നമ്മളോടൊരു ദേഷ്യം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എന്താണ് നമുക്ക് ഇതിനകത്ത് നിന്ന് ലാഭവും നഷ്ടവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഒന്നുമില്ല. നമുക്ക് ലിറ്റർ ആകുമ്പോൾ നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ 1-2 കുഞ്ഞുങ്ങൾ നമ്മൾ വളർത്താൻ വേണ്ടി വീട്ടിൽ നിർത്തും. ബാക്കി വരുന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിൽക്കാൻ പോകുന്നുള്ളൂ. അല്ലാതെ തന്നെ നമ്മളിത് ആരെയും കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് നമ്മൾ ആരോടും പറയാറില്ല. ആൾക്കാർ നമുക്ക് എതിര് പറയുന്നുണ്ട്, പക്ഷെ അവരുടെയൊക്കെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ. നമുക്ക് ആരോടും കോമ്പറ്റീഷൻ ഇല്ല, നമുക്ക് ആരോടും ശത്രുതയില്ല. നമുക്ക് ആവശ്യക്കാരൻ ഈ പറയുന്ന ആൾക്കാർ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടോപ്പ് ബ്ലഡ് ലൈൻസും നമ്മളിവിടെ കേരളത്തിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്, എല്ലാം എത്തിച്ചിട്ടുണ്ട്. ഇനിയും വരാനുണ്ട്. ഇനി ഏകദേശം ഒരു 8-9 ഡോഗ്സ് എടുത്ത് വരാനുണ്ട്. ഏകദേശം ഒരു 10 ലക്ഷം രൂപയുടെ ഡോഗ്സോട് നമുക്ക് ഇനിയിപ്പോൾ വരാനുണ്ട്. അതോടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ബ്രീഡ് ചെയ്യും. അത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വീഡിയോയും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇമ്പോർട്ട് ഡോഗ്സ് മാത്രമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇമ്പോർട്ട് ചെയ്ത ഡോഗ്സിനെ മാത്രം കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യും. ഈ ഒരു ബ്രീഡിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് വേറൊരു ബ്രീഡും ഇല്ല. അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയറിനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. ആ സമയത്ത് പപ്പീസ് അവൈലബിൾ ആയിരിക്കും. കാരണം നമ്മളെ സംബന്ധിച്ച് 22 ഡോഗ്സ് ഉള്ളതുകൊണ്ട് എല്ലാ 2 മാസം കൂടുമ്പോൾ ഓരോ ലിറ്ററുകൾ കാണും. ഏറ്റവും കുറഞ്ഞ 1 ലിറ്ററേലും കാണും. പപ്പീസ് എല്ലാ ടൈമിലും അവൈലബിൾ ആയിരിക്കും. നമ്മൾ MCMനെ സംബന്ധിച്ചിടത്തോളം പപ്പീസിന് നമ്മൾ പുറത്തുനിന്ന് എടുത്തു കൊടുക്കുന്ന പരിപാടിയില്ല. നമുക്ക് പപ്പി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. 10 രൂപ പോലെ നമ്മൾ പുറത്തുനിന്ന് പപ്പിയെ നമ്മൾ എടുത്തു കൊടുക്കാൻ ആരെങ്കിലും പറയുക, നമ്മളോട് പറയുക, ചേട്ടാ പുറത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പപ്പീനെ എടുത്ത് തന്നാൽ വലിയ ഉപകാരമായിരിക്കും. പക്ഷേ നമ്മൾ പറയുന്ന ഒരു കാര്യമുള്ളൂ, അത് എന്നെ വിളിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമുക്ക് എടുത്തു തരാൻ താല്പര്യമില്ല. കാരണം എടുത്തു തന്നിട്ട് ആ ഡോഗ് എന്തെങ്കിലും കാരണവശാൽ മോശമായി പോവുകയോ അല്ലെങ്കിൽ പറയുന്ന പെർഫോമൻസ് ഇല്ലാതെ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ചീത്തപ്പേര് എനിക്ക് വരും. കാരണം വെച്ചാൽ ഞാൻ അവർക്ക് തലയെ വെച്ച് കൊടുത്തു എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും വേണ്ട. അതിൽ കുറഞ്ഞ ലാഭം നമുക്ക് മതി. 5 രൂപ പോലും കമ്മീഷൻ ഒരു പട്ടിയെ പുറത്തുനിന്ന് എടുക്കാൻ നമ്മൾ പോകുന്നില്ല. 1 രൂപ പോലും നമ്മൾ ആരുടെ നിന്ന് കമ്മീഷനും വാങ്ങിക്കാറുമില്ല, ഒന്നുമില്ല. അതുപോലെ പട്ടി എടുത്ത് കൊടുക്കാറില്ല, പിന്നെ നമുക്ക് കമ്മീഷൻ കിട്ടേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഒത്തിരി ആൾക്കാർ ചോദിക്കേണ്ട പുറത്തെവിടെയെങ്കിലും പപ്പീസ് അവൈലബിൾ ആണെങ്കിൽ പറയണേ എന്ന് പറയാറുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പുറത്ത് നിന്നവരെ ഒരു മീറ്റിംഗ് പോലും ചെയ്തിട്ടില്ല. നമ്മുടെ ഡോഗ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത്രയും പട്ടി കിടക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പട്ടികളെ മാത്രം ചെയ്താൽ മതിയല്ലോ. അല്ലാതെ പുറത്തുനിന്നൊരു പട്ടിയെ കൊണ്ട് തന്നെ സ്റ്റഡി ചെയ്തിട്ട് അതിനകത്ത് 10 പൈസ മേടിച്ച് നമുക്ക് വീട്ടിൽ അരി വെക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് വന്നിട്ടില്ല. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ. നമ്മൾ ഈ പരിപാടി വന്നിട്ട് ഇപ്പോൾ ഏകദേശം 19 വർഷമായി. എൻ്റെ 13ാമത്തെ വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണ് പട്ടി കച്ചവടം. എനിക്കിപ്പോൾ 32 വയസ്സായി. അപ്പം ഇന്നേ വരെ അല്ലലും ഇല്ലാതെ ദൈവം കൊണ്ടു നടന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ജോലിയുണ്ട്, പറമ്പുണ്ട്, പറമ്പിലെ കാര്യങ്ങളെല്ലാം നോക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുറച്ച് കിട്ടുന്ന സമയം ഇതിനെ സ്പെൻഡ് ചെയ്യാനേ പറ്റുന്നുള്ളൂ. ആ ഒരു വിഷമം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പേരാണ് സിലിണ്ടർ. ഇവിടെ ജീപ്പ് റെഡ് ബെൽറ്റൊക്കെ ബോളിയോ ടംസ്റ്റിക് സ്നൂട്ടി ബ്ലഡ് ലൈനാണ്. ജീപ്പിൻ്റെ ഏറ്റവും കൂടുതൽ ടൈറ്റ് ആയിട്ടുള്ള ബ്ലഡ് ലൈനാണ്.
ഇതിൻ്റെ നെയിം ബിസ്കോട്ട്. ഇവളിപ്പോൾ 1.5 വയസ്സ് പ്രായമായി, ഇതുമായിട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഭയങ്കര ഹൈപ്പറായിട്ടുള്ളൊരു ഫീമെയിലാണിത്. നല്ല ഗെയിംനെസ്സും നല്ല ആറ്റിറ്റ്യൂഡുള്ളൊരു ഫീമെയിലാണിത്. ഇവളെ നമ്മൾ 45 ദിവസം എടുത്താണ് SC ബുൾഡോഗ്സിൽ നിന്ന്. പോരെ, എത്രയൊക്കെ എടുത്താ? ഇവളെ നമ്മൾ 1,20,000 രൂപയ്ക്ക് എടുത്ത ഫീമെയിലാണ്. ഇത് 45 ദിവസം കൊണ്ടുവന്നൊരു ഫീമെയിലാണ്, പപ്പിയാണ്. 1.5 വയസ്സ് പ്രായമായി. ഇവളുടെ പേരാണ് ലഡ്ഡു. ഇവളെ നമ്മൾ 9 മാസമായപ്പോൾ 3D കണ്ണിൽ നിന്ന് എടുത്താണ്. 2 ലക്ഷം രൂപയ്ക്ക് എടുത്തൊരു ഫീമെയിലാണ്. ഇപ്പോൾ 3ാമത്തെ തവണ ലിറ്ററായി കിടക്കുകയാണ്. പിന്നെ ഏകദേശം ഒരു 3 വയസ്സ് പ്രായമുണ്ട്. പിന്നെ ആദ്യത്തെ ലിറ്ററിൽ 2 പപ്പീസായിരുന്നു, 2ാമത്തെ ലിറ്ററിൽ 3 പപ്പീസായിരുന്നു, 3ാമത്തെ ലിറ്ററിൽ ഇപ്പോൾ 2 പപ്പീസുണ്ട്. ഇപ്പോൾ 2 ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആണ്. ലഡ്ഡു ഇത് മാഫിയ കോമ്പിനേഷനിൽ. പിന്നെ ഇത് മെയ്ഡേ, മാച്ചുബക്, ബറാക്കുഡ ബ്ലഡ് ലൈനാണ്. നല്ലൊരു ഫീമെയിലാണ്, നല്ല ഫയറുള്ളൊരു ഫീമെയിലാണ്. ഇത് പേരാണ് ബസുക്കി. ഇത് അമർജിത്തിൻ്റെ വാങ്ങിച്ച ഒരു ഫീമെയിലുണ്ട്. ഇപ്പോൾ 4 മാസം പ്രായമായി. ഇതിൻ്റെ ഫാദർ ഡയറക്റ്റ് ഇമ്പോർട്ടാണ്, US ഇമ്പോർട്ടാണ്. അമർജിത്തിൻ്റെ ഇന്ത്യൻ ബക്ക് എന്ന് പറയുന്ന ഒരു മെയിലിൻ്റെ കുട്ടിയായിരുന്നു. ക്രോട്ടയുടെ ലൈനിലുള്ള ഫീമെയിലാണ് എൻ്റെ മദർ. ക്രോട്ടയാണ് ഫീമെയിൽ. ഇതിൻ്റെ പേരാണ് ബസുക്കി. അപ്പോൾ ഇതായിരുന്നു മനു MCM കനലില് ലൂണർ ബ്രിഗേഡ്സിന്റെ ഒരു അനുഭവം എന്നുള്ളത്. വളരെ നല്ലൊരു കനലാണ്. അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ പുള്ളി ബാക്കിയുള്ള ആളുകളോട് ഇടപഴകുന്ന കാര്യത്തിലായാലും, അതുകൊണ്ടാണ് ഇപ്പം 2 വർഷം മുന്നേയുള്ള ആ ഒരു ബോണ്ട് ഇപ്പോഴും നമ്മൾ തമ്മിലുള്ളത്. 2 വർഷം മുന്നേ ഞാൻ പോയ ടൈമിൽ ഉണ്ടായിരുന്ന ഡോഗ്സ് ഒന്നും അല്ല ഇപ്പൊ കിടക്കുന്നത്. ഇപ്പം സാധാരണ ആളുകൾ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു മെയിൻ ആയിട്ടൊരു ഡോഗാണ്, അതിനെ വെച്ചായിരിക്കും അവർ ബ്രീഡ് ചെയ്ത്. പക്ഷെ പുള്ളി എന്ന് പറയുമ്പോഴത്തേക്കും മാറ്റം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു പപ്പി ഞാൻ എടുക്കുകയും ചെയ്തു. അടുത്തത് ഞാൻ ബുക്കും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഏകദേശം 5 ദിവസം ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. 5 ദിവസം കഴിഞ്ഞ് ഈയിടയ്ക്കാണ് വീട്ടിലെത്തിയത്. ഏകദേശം 56 GB ഫുട്ടേജ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും 30 മിനിറ്റ് ആയിരുന്നു. എനിക്കറിയത്തില്ല, ഒരുപാട് ഇനിയും കിടപ്പുണ്ട്. പാർട്ട് 2 ഇറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, ഇത് തന്നെ എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കാമായിരുന്നു. ഇതിനിടയ്ക്ക് നിങ്ങളൊരു ഡോഗിനെ കണ്ടിരുന്നു, ഹോമറിന്റെ ഒരുപാട് ഫുട്ടേജ് ഇടാത്തതെന്ന് പറഞ്ഞാൽ അടുത്ത വീക്ക് ഹോമറിന്റെ ഒരു വീഡിയോ എങ്ങനെ ഒരു APPT കണ്ടീഷൻ ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ട് ഹോമറിന് മാത്രമായിട്ട് ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് വീഡിയോ വരുന്ന അറിയാൻ പറ്റൂ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബാക്കി ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടെന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.